മദ്യത്തിന് മയക്കുമരുന്നുകൾ അഡിക്റ്റായിരുന്ന് പലവരും വെറുത്തിരുന്ന് എന്തിന് ബസ്സിൽ കയറിയാൽ പോലും ബസ്സിൽ കയറ്റാതിരുന്ന ഈ എന്റെ ജീവിതത്തെ ഇന്ന് മാനപാത്രമാക്കി തീർത്ത് ആ യേശുവിന്റെ മഹാസ്നേഹത്തെ ഈ ദേശത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ അത് സ്വീകരിക്കണമെന്ന് യാഥാർത്ഥ്യ സ്നേഹത്തോട് ഞാൻ വിളിച്ചു പറയുന്നു. യേശു ക്രിസ്തുവിനല്ലാതെ വേറെ ഒരുത്തനിലും രക്ഷയില്ല. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു പറയുന്നത്? അത് രുചിച്ചറിഞ്ഞത് കൊണ്ടാ. നിങ്ങൾ രുചിച്ചറിയുവാൻ തയ്യാറാണോ? ഇത് കേൾക്കുന്ന അമേൻ സ്തോത്രം ഞങ്ങളുടെ മുൻപിലായിരിക്കുന്ന 1-2 പേരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പണിയെടുക്കുന്നതായിരിക്കാം, നിങ്ങളുടെ വീട്ടു ജോലി ചെയ്യുന്നവരായിരിക്കാം, തോട്ടത്തിന്റെ ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഏത് സ്ഥലത്തിലായിരുന്നാലും ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തേ, ഇത് നിനക്കുള്ള രക്ഷയാണ്, ഇത് നിനക്കുള്ള വീണ്ടെടുപ്പാണ്. ഇന്ന് നീ ഇതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. പൈസ ഉള്ളത് കൊണ്ട് പേരുള്ള ജീവിതത്തിലായിരിക്കുന്ന പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കുകയില്ല. നിന്റെ ജീവിതത്തിലുള്ള പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ മേൽ തെളിക്കപ്പെട്ടില്ലെങ്കിൽ നിശ്ചയമായി പാപത്തിന് രക്ഷയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ നിന്റെ ഉള്ളിലായിരിക്കുന്ന എത്ര വലിയ പാപത്തെയും യേശു ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കുവാൻ പറ്റും. പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും ഒത്തിരി നല്ല മാന്യമായ വസ്ത്രം ധരിച്ച കർത്താവിന്റെ ദാസന്മാരുണ്ട്. ഒരു കാലത്ത് അവരുടെ ജീവിതങ്ങളെല്ലാം എടുത്തു നോക്കുവാണെങ്കിൽ അവരും ഇതുപോലെ മദ്യപാനും മയക്കുമരുന്നുകളും എന്തിനേറെ വീട്ടിൽ പോലും ഇഷ്ടമില്ലാത്ത വ്യക്തികളായിരുന്നു. വീട്ടിൽ കയറി ചെന്നാൽ അല്ലെങ്കിൽ മക്കളൊക്കെ കയറി അതുപോലെ കട്ടിലടിയിലും റേഷന്റെ അടിയിലും ഒളിക്കുന്ന ഒരു അവസ്ഥകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു എന്നും അവരുടെ ഉള്ളിൽ വന്നു. അതിനുശേഷം വീട്ടിലുള്ളവരൊക്കെ അവരെ എതിരേറ്റു വരുവാനിടയായി. അതിന്റെ എല്ലാ കാരണം എന്താണെന്നറിയുമോ? യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ്. യേശു ക്രിസ്തു ആരുടെ എല്ലാം ഉള്ളിൽ പോയിട്ടുണ്ടോ അവരുടെ ജീവിത ചരിത്രം തന്നെ മാറും. അവൻ കുറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും, അവൻ വണ്ണമുള്ളവനാണെങ്കിലും വണ്ണം കുറഞ്ഞവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും, അവൻ ഏത് ഗോത്രവർഗത്തിലുള്ളവനാണെങ്കിലും യേശുവിനത് വിഷയമേ ഇല്ല. കാരണം ബൈബിൾ പറയുന്നു, അവൻ മതമല്ല കർത്താവിന് വേണ്ടത്, കർത്താവിന് വേണ്ടത് നിന്റെ ഹൃദയമാ. നീ ഹൃദയം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട്.